ഗുസ്തി താരം ബജ്രംഗ് പൂനിയയെ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി സസ്പെൻഡ് ചെയ്തു. സോനിപത്തിൽ നടന്ന ട്രയൽസിൽ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിക്ക് സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഈ നടപടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം ഒരു പ്രതികാര നടപടിയായി ഇതിനെ കാണേണ്ടതുണ്ടോ? വിവരങ്ങൾ. അതന്നെ, ഗുസ്തി താരം ബജ്രംഗ് പൂനിയയാണ് ഇപ്പോൾ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോനിപത്തിൽ കഴിഞ്ഞ മാർച്ച് 10 നടന്ന ട്രയൽസിൽ ബജ്രംഗ് പൂനിയയോട് തന്റെ യൂറിൻ സാമ്പിൾ നൽകുവാൻ ഉത്തേജക വിരുദ്ധ ഏജൻസി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ യൂറിൻ സാമ്പിൾ നൽകുവാൻ ബജ്രംഗ് പൂനിയ തയ്യാറായിരുന്നില്ല. തുടർന്ന് നാളെ ബജ്രംഗ് പൂനിയയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മെയ് 7 മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നോട്ടീസ് അയച്ചത്. പക്ഷേ അതിനു മുമ്പേ തന്നെയാണ് ഇപ്പോൾ ബജ്രംഗ് പൂനിയെ സസ്പെൻഡ് ചെയ്യുന്നത്. സസ്പെൻഡ് ചെയ്തത് തുടർന്ന് ബജ്രംഗ് പൂനിയയ്ക്ക് വരുന്ന ടൂർണമെന്റുകളിലോ അതുപോലെ തന്നെ മറ്റ് മത്സരങ്ങളിലോ പങ്കെടുക്കുവാൻ സാധിക്കില്ല. അടുത്ത മാസമാണ് ടോക്കിയോ ഒളിമ്പിക്സിന്റെ ട്രയൽസ് നടക്കുന്നത്. അതിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ മത്സരിക്കേണ്ടെങ്കിൽ ആ ട്രയൽസിൽ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ബജ്രംഗ് പൂനിയയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും താരത്തിനെതിരായ നടപടിക്കെതിരെ വിവിധ കോണിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണെതിരെ പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളിൽ ഒരാളാണ് ബജ്രംഗ് പൂനിയ. അതുകൊണ്ട് തന്നെ പ്രതികാര നടപടി എന്നൊരു വിമർശനമാണ് വിവിധ കോണിൽ നിന്ന് ഉയർന്നു വരുന്നത്. ശരി അരവിന്ദ്.